പൂർണ്ണമായി എത്തിക്കാൻ പറ്റുമോ? കാരണം അത് എന്തോ ഒരു അനിശ്ചിതത്വത്തിൽ തീർന്ന പോലെ ആകപ്പാടെ ആശയക്കുഴപ്പം. അല്ല, അതിനകത്ത് ആ നിയമം നിർമ്മിക്കപ്പെട്ടു. മുനമ്പം ജനതയെ വഴിയാധാരമാക്കിയ സെക്ഷൻ 41 ഇന്നവിടെ ഇല്ല. ഇനി അതിനൊരു റെമഡി വേണം. റെമഡി വേണമെങ്കിൽ ട്രിബ്യൂണലിൽ നിന്നും ഒന്നെങ്കിൽ ട്രിബ്യൂണലിൽ നിന്ന് കൃത്യമായ വിധി ഉണ്ടാകണം. ട്രിബ്യൂണലിൽ നിന്ന് വിധി ഉണ്ടായാലും അത് സുപ്രീം കോടതിയിലേക്ക് തീർച്ചയായിട്ടും നിയമപരമായി പോകും. ഒരിക്കലും ഇനി അത് വഖഫ് ബോർഡിൻ്റേതായ വസ്തു മാറില്ല. ഒന്ന്, അവർ സർവേ ചെയ്തിട്ടില്ല. മാത്രമല്ല നിലവിലുള്ള നിയമപ്രകാരം അതല്ല, ഡോക്യുമെൻറ്റ്സ് പ്രകാരം ഒന്നും. ഇനി അത് അവർക്ക് ആ വസ്തു നഷ്ടപ്പെടില്ല എന്ന് നിയമപരമായി നമ്മൾ പരിരക്ഷ കൊടുത്തു. ഇനി അതിന് വേണ്ടത് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവാണ്. അതിനൊരു ഗുണമുണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് രഹസ്യമാക്കി വെക്കേണ്ട കാര്യമില്ല. ആ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ വസ്തു മുനമ്പം ഭൂമിയല്ല എന്ന്, വഖഫ് ഭൂമിയല്ല എന്ന് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. പക്ഷെ ആ ഉത്തരവ് വന്നത് മുനമ്പം കമ്മീഷനെ നിയമിക്കുന്നത് സംബന്ധിച്ച ചോദ്യത്തിനിടയിലാണ് വന്നത്. അപ്പോൾ അത് ചോദ്യം ചെയ്തുകൊണ്ട് അവർ തന്നെ വഖഫ് സംരക്ഷണ സമിതി തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു. അത് സമീപിക്കാനുള്ള അവസരം ഗവൺമെൻറ് കൊടുത്തതാണ് കേട്ടോ, വേറെ കാര്യം. അതിൽ കേന്ദ്ര സർക്കാരിനെ കക്ഷിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫിലിപ്പിനെ പാർട്ടി ആ കേസിൽ കക്ഷി ചേർത്തു. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായ മനീന്ദർ സിംഗിനെയാണ് ഞങ്ങൾ ആ കേസിൽ, ഇപ്പോൾ ആ കേസ് ഇരിക്കുകയാണ്, ഹിയറിങ്ങിന് വിളിച്ചില്ല, അടുത്ത് വരുന്നുണ്ട്. ആ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാർ കക്ഷിയായി. ഈ കേസിൽ നിലവിലുള്ള നിയമപ്രകാരം മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന് കൊടുത്താൽ ജീവിതത്തിൽ ഇവന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അന്തിമ വിധിയാവും. കേന്ദ്ര സർക്കാർ പറയും. ഞങ്ങളത് തന്നെ അതിന്, കാരണം നിലവിലുള്ള നിയമത്തിന് വിരുദ്ധമായി കേന്ദ്ര സർക്കാർ തീരുമാനിക്കട്ടെ. അല്ല, നിലവിലുള്ള നിയമപ്രകാരം ഒരു കാരണവശാലും ഈ ഭൂമിയെ വഖഫായി. നിലവിലുള്ള നിയമപ്രകാരമല്ലേ? നിയമം ഉണ്ടായത് ഈ കഴിഞ്ഞ വർഷമാണല്ലോ. അപ്പോൾ അതിന് മുമ്പല്ലേ ഈ വഖഫ് നോട്ടിഫിക്കേഷൻ? അല്ല, നിലവിലുള്ള നിയമപ്രകാരമല്ല, ഇതിന് മുമ്പുള്ള വഖഫ് ഭൂമിയായി ഇതിനെ നോട്ടിഫൈ ചെയ്യാൻ എടുക്കേണ്ട ഒരു പ്രൊസീജിയേഴ്സ് അവരെടുത്തിട്ടില്ല. പ്രൊസീജിയർ എറർ തന്നെ ധാരാളം ഉണ്ട്. അതുകൊണ്ട് അത് എററാണ്. അത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഹൈക്കോടതിയുടെ വിധിയെ ആ ക്വസ്റ്റ്യൻ ഓഫ് ലോ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഉത്തരം പറയാൻ ആ നിയമം നിർമ്മിച്ച കോടതിയാണ് പറയുന്നത്. അതിനകത്ത് സെക്ഷൻ 2 പ്രൊവൈസോ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അവസരം കേന്ദ്ര സർക്കാരിനുണ്ടാവും. അപ്പോൾ അവർ പറയും. അത് പറയുമെന്ന് നമുക്ക് ഉറപ്പുണ്ടല്ലോ. അത് നമുക്ക് കൂടെ ഇടപെടാൻ കഴിയുന്ന കാര്യമാണ്.